ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ബട്ടറും അതേപോലെ തന്നെ അതിൽ കോണൊക്കെ ചേർത്തിട്ട് ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് തയ്യാറാക്കിയെടുത്താലോ. അപ്പോൾ നമ്മളിത് ഏകദേശം നമ്മൾ ഗീ റൈസ് തയ്യാറാക്കിയെടുക്കുന്ന പോലെ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ മുൻപ് ഗീ റൈസ് കുക്കറിൽ വെക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും അത് കാണാത്തുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ. അപ്പോൾ ഇതിൽ ബട്ടറാണ് ചേർക്കുന്നത് കേട്ടോ, അതിലൊട്ടും ഞാനിവിടെ ഗീ ചേർക്കുന്നില്ല. അപ്പോൾ ബട്ടർ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒനിയനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതൊന്ന് കളറൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. സാധാരണ നമ്മൾ ഗീ ചേർക്കുന്ന പോലെയല്ല, ബട്ടർ ചേർക്കുമ്പോൾ അത് പെട്ടെന്ന് കരിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമ്മൾ തിന്നായിട്ട് അരിഞ്ഞിട്ടുള്ള സബോള, നമ്മൾ ആദ്യം ഒരു സബോള തിന്നായിട്ട് അരിഞ്ഞിട്ട് അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ റൈസിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഈ സബോള നമുക്ക് നല്ല പോലെ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമൊന്നും വേണ്ട, നമ്മൾ ബട്ടർ ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സബോള നമുക്ക് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം. ഇനി നമ്മൾ ഈ ബട്ടറിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് കാഷ്യൂനട്ടും അതേപോലെ തന്നെ കുറച്ച് മുന്തിരിയും കൂടിയിട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കാഷ്യൂനട്ടും, അപ്പോൾ കാഷ്യൂനട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് മാത്രം മുന്തിരിയോട് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം മുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്ക് ഈ പാനിൻ്റെ ചൂടും മാത്രം മതി മുന്തിരി ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാഷ്യൂനട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് കുറച്ച് മുന്തിരിയും കൂടി ചേർത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സബോളയിൽ കൂടെ നമ്മൾ കോരി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചോറ് തയ്യാറായതിന് ശേഷം ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം, നമുക്ക് ഗാർണിഷ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗാർണിഷ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ മേലെ ഇടുകയാണെങ്കിലും ചോറിന് അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മൾ സബോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കോരി മാറ്റിയതിന് ശേഷം നമ്മൾ ആ ബട്ടറിലേക്ക് തന്നെ ഒരു സബോള നമ്മൾ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് അധികം തിന്നായിട്ട് അരിയണമെന്നൊന്നുമില്ല കേട്ടോ, സാധാരണ പോലെ അരിഞ്ഞാൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 3 ബേ ലീവ്സും ഒരു കഷ്ണം പട്ടയും പിന്നെ അതേപോലെ തന്നെ ഏലക്ക, ഗ്രാമ്പു, അതേപോലെ തന്നെ 2 കുരുമുളക് ഒക്കെ കൂടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാനും 1-2 അളവിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അധികമൊന്നും വേണ്ട. അപ്പോൾ 2 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു 2 കുരുമുളക് ഒക്കെ ഇതിലിട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സബോളയുടെ കളറൊന്ന് മാറുന്ന വരെ മാത്രം വഴറ്റിയെടുത്താൽ മതി, അധികം മൊരിയൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ റൈസാണ്. അപ്പോൾ റൈസ് ഞാനിപ്പോൾ ഇവിടെ വയനാടൻ കൈമയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റ് കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ വയനാടൻ കൈമയ്ക്ക് പകരം നിങ്ങൾ ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കണതെന്ന് വെച്ചാൽ ഈ അരി ഒരു 20 മിനിറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ വെള്ളം നല്ലപോലെ വാർത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതിട്ടോ. അപ്പോൾ വയനാടൻ കൈമ ആകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. വയനാടൻ കൈമ നമ്മൾ ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകിയതിന് ശേഷം നമ്മൾ വെള്ളം കളഞ്ഞ് ഡയറക്റ്റ് ഇതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട, നമ്മളുടെ അരി ഒന്നും എല്ലാതും നല്ലപോലെ ഒന്ന് ചൂടാവുന്ന വരെ മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 400 ഗ്രാമിൻ്റെ ഒരു ബോട്ടിൽ സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുക്ക് ചെയ്തിട്ടുള്ള കോണാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വേറെ കുക്ക് ചെയ്തൊന്നും എടുക്കണ്ട, ഇതിലേക്ക് അങ്ങനെ തന്നെ ഞാനിവിടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്നും കൂടി ഇളക്കിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ അരി നല്ല പോലെ ചൂടാവുന്ന വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളുടെ അരി നമുക്ക് നല്ലപോലെ ചൂടായി എന്ന് കണ്ടാൽ നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അരി എത്ര എടുത്തിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അരി അളന്ന അതേ കപ്പിൽ തന്നെ നമ്മൾ വെള്ളവും അളന്നിട്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ
അതിനുശേഷം നമ്മൾ വെള്ളം വറ്റി തുടങ്ങുന്ന ഒരു സമയത്തിൽ നമുക്കിത് ഫ്ലെയിം നല്ല പോലെ കുറയ്ക്കാം. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. വെള്ളം നല്ല പോലെ വറ്റി തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മൾ അധികം ഫോഴ്സ് ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട്, അതായത് നല്ല ലോ ഫ്ലെയിം ആയിരിക്കണം, ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റിലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കണ ഒനിയനും അതേപോലെ തന്നെ റൈസിനും കാഷ്യൂനട്ടും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അത് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതിയിട്ടാണ്. നമുക്ക് ഇതേപോലെ പാനിൽ തന്നെ ഇട്ട് കൊടുക്കണമെന്നില്ല. അപ്പോൾ സെർവിങ് ബൗളിൽ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം.